അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം ഞങ്ങൾ ആര്യങ്കാവ് ക്ഷേത്രത്തിലേക്ക് തിരിക്കുകയാണ്. ഏകദേശം 40 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ യാത്ര സഹ്യപർവ്വത നിരകളിലൂടെയാണ് കടന്നു പോകുന്നത്. കാട്ടരുവികളും വെള്ളച്ചാട്ടങ്ങളും നിരവധിയുള്ളൊരു പാതയാണിത്. കുറച്ചു ദൂരം ചെല്ലുമ്പോഴാണ് കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം. അതിന് സമീപത്തായിട്ടാണ് ഞങ്ങൾ ഈ മയിലിനെ കണ്ടത്. വളരെയധികം മയിലുകളുള്ളൊരു സ്ഥലം കൂടിയാണ് ഇതൊക്കെ. മഴയുള്ളതിനാൽ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് ഇറങ്ങിപ്പോയതില്ല. കുറച്ച് ദൂരം കൂടി പിന്നിടുമ്പോൾ നമ്മൾ മണലാർ എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടത്തിന് സമീപത്തേക്ക് എത്തുകയാണ്. ഇവിടെയൊക്കെ കൂടുതലും അതിർത്തി സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നാണ് ആളുകൾ കൂടുതലായി എത്തുന്നത്. നന്നേ മഴയുള്ളൊരു ദിവസമായിരുന്നു ഞങ്ങളുടെ യാത്ര. വലിയ മലനിരകൾക്കിടയിലൂടെയുള്ള യാത്രയിൽ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഞങ്ങളുടെ പാതയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടേയിരുന്നു. അധികം താമസിക്കാതെ തന്നെ ഞങ്ങൾ കേരള തമിഴ്നാട് അതിർത്തിയായ കോട്ടവാസലിലേക്ക് എത്തി. അതിർത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ താഴേക്ക് കുത്തനെ ഒരു ഇറക്കമാണ്. ഈ ഇറക്കം ഇറങ്ങി ചെല്ലുന്നത് കോട്ടവാസൽ കറുപ്പുസ്വാമി ക്ഷേത്രത്തിന് സമീപത്തേക്കാണ്. ക്ഷേത്ര ദർശന സമയം അല്ലാതിരുന്നതിനാൽ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. അങ്ങ് താഴ്ചയിലായി കാണുന്നതാണ് കോട്ടവാസൽ കറുപ്പുസ്വാമി ക്ഷേത്രം. ഈ റോഡ് ആ ക്ഷേത്രത്തിനെ വലം വെച്ചാണ് പോകുന്നത്. ഞങ്ങളുടെ യാത്രാമധ്യേ കണ്ട മനോഹരമായ ഒരു ആൽത്തറയാണിത്. ഗ്രഹാതുരത്വം മനസ്സിലുണർത്തിയ ആ ആൽത്തറയുടെ സമീപത്തെത്തി അല്പനേരം കൈകൂപ്പി പ്രാർത്ഥിക്കാതെ യാത്ര തുടരുവാൻ മനസ്സനുവദിച്ചില്ല. ഞങ്ങളിപ്പോൾ സഞ്ചരിക്കുന്നത് തമിഴ്നാട്ടിലെ ഒരു ഹൗസിംഗ് കോളനിയുടെ ഭാഗമായ ഒരു ഇടുങ്ങിയ തെരുവിലൂടെയാണ്. ഈയൊരു റൂട്ടിൽ വരുന്ന വഴിക്കാണ് വലിയൊരു മലയുടെ മുകളിലായി തിരുമല കുമാരസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സമയമുള്ളവർക്ക് അവിടെയും ദർശനം നടത്താവുന്നതാണ്.
ഞങ്ങളങ്ങനെ യാത്ര ചെയ്ത് തിരുമംഗലം കൊല്ലം ദേശീയപാതയിലേക്ക് വന്നിറങ്ങി. വളരെ മനോഹരമായൊരു സ്ഥലം. ഈ സ്ഥലത്തിൻ്റെ പേര് പുലിയാറ് എന്നാണ്. അല്പസമയത്തേക്ക് ഞങ്ങളവിടെ വണ്ടി നിർത്തുവാനായി തീരുമാനിച്ചു. സഹ്യൻ്റെ മടിത്തട്ടിൽ ചാഞ്ഞുറങ്ങുന്ന മനോഹരമായൊരു നാട്. അതുവഴി കടന്നു പോകുന്ന പാതയ്ക്കരികിലായി ചെറിയ വഴിയോര കച്ചവടങ്ങൾ നടക്കുന്നു. അല്പസമയം ഞങ്ങളവിടെ ചെലവഴിച്ച ശേഷം വീണ്ടും തമിഴ്നാട് അതിർത്തി പിന്നിട്ട് കേരളത്തിലേക്ക് ആര്യങ്കാവിൽ അയ്യൻ്റെ ഗോപുരനടയിലേക്ക് ഞങ്ങളങ്ങനെ വന്നെത്തി. ദേശീയപാതയ്ക്ക് സമീപത്തായിട്ടാണ് ഗോപുരം സ്ഥിതി ചെയ്യുന്നതെങ്കിലും അവിടെ നിന്നാൽ ക്ഷേത്രം കാണാൻ സാധിക്കുകയില്ല. കാരണം ഏകദേശം 35 അടിയോളം താഴ്ചയിലായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പരശുരാമനാൽ പ്രതിഷ്ഠിതമായ 5 ശാസ്താക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആര്യങ്കാവിലേത്. കുളത്തൂപ്പുഴ, അച്ചൻകോവിൽ, ശബരിമല, കാന്തമല എന്നിവയാണ് മറ്റുള്ളവ. ഈ 5 ക്ഷേത്രങ്ങളിലും ശാസ്താവിനെ 5 ഭാവങ്ങളിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആര്യങ്കാവിലാവട്ടെ കുമാരഭാവത്തിലാണ് ശാസ്താവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ പടവുകൾ ഇറങ്ങി വരുമ്പോൾ നമ്മൾ ആദ്യം തൊഴുന്നത് അയ്യപ്പൻ്റെ കാവൽ ദൈവങ്ങളായ കറുപ്പുസ്വാമിയെയും കറുപ്പായി അമ്മയുമാണ്. ഇതിന് സമീപത്തായി ക്ഷേത്രത്തിൻ്റെ ഒരു ചെറിയ പാർക്കിംഗ് ഗ്രൗണ്ടുമുണ്ട്. 1000 കാവുകളുടെ അയ്യനായിട്ടാണ് ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത്. അത് പിൽക്കാലത്ത് ലോപിച്ച് ആര്യം കാവായതായും വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ അങ്ങനല്ല. ആര്യൻ എന്നാൽ ശ്രേഷ്ഠൻ. ശ്രേഷ്ഠനായ യുവാവിൻ്റെ ഭാവത്തിൽ ഭഗവാൻ കുടികൊള്ളുന്നിടം ആര്യം കാവായതായും മറ്റൊരു വിശ്വാസം. കിഴക്കോട്ട് ദർശനമായിട്ടുള്ള ക്ഷേത്രത്തിൽ വലതുകാൽ താഴേക്കിട്ട് ഇടതുകാൽ മടക്കി വെച്ച് ആനപ്പുറത്ത് മതഗജ വാഹനനായി ഇരിക്കുന്ന രൂപത്തിലാണ് ഭഗവാന്റെ പ്രതിഷ്ഠ. കേരള തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ നാലമ്പലത്തിൽ മലയാള ആചാരവും ഉത്സവത്തിന് തമിഴ് ആചാരവുമാണ് പിന്തുടരുന്നത്. ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിലേക്ക് 10നും 50നും മധ്യപ്രായമുള്ള സ്ത്രീകൾക്ക് പ്രവേശനമില്ല. അങ്ങനെയുള്ളവർക്ക് നാലമ്പലത്തിന് പുറത്തു നിന്ന് തൊഴാവുന്നതാണ്. ക്ഷേത്രത്തിന് തൊട്ടരികിലൂടെ കല്ലടയാർ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആര്യങ്കാവിലെ ക്ഷേത്ര ഐതിഹ്യം ഇങ്ങനെ പറയപ്പെടുന്നു. മധുരയിൽ നിന്നൊരു വ്യാപാരി തിരുവിതാംകൂർ രാജാവിനെ കണ്ട് പട്ട് സമർപ്പിക്കാനായി തൻ്റെ മകളോടൊത്ത് മധുരയിൽ നിന്ന് യാത്ര പുറപ്പെടുന്നു. ഇന്ന് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്തിയപ്പോൾ നേരെ ഇരുട്ടുകയും തുടർന്ന് വന്യജീവികളുള്ള കാട്ടിലൂടെ മകളെയും കൊണ്ടുള്ള യാത്ര സുരക്ഷിതമല്ലാത്തതിനാൽ പൂജാരിയുടെ അടുത്ത് മകളെ ഏൽപ്പിച്ച് വ്യാപാരി യാത്ര തുടർന്നു. വനത്തിലൂടെയുള്ള യാത്രാമധ്യേ വ്യാപാരിയെ ഒരു കൊമ്പനാന ആക്രമിക്കുവാനായി എത്തി. സഹായം അഭ്യർത്ഥിച്ച് നിലവിളിച്ചുകൊണ്ടിരുന്ന വ്യാപാരിയുടെ അടുത്തേക്ക് മലയേറിയനായ ഒരു യുവാവ് എത്തി ആനയെ തുരത്തി. ആനയിൽ നിന്ന് തൻ്റെ ജീവൻ രക്ഷിച്ച മലയേറിയന് വ്യാപാരി നന്ദി പറഞ്ഞത് രാജാവിന് കൊടുക്കുവാൻ വെച്ചിരുന്ന പട്ട് സമ്മാനമായി നൽകിക്കൊണ്ടേയായിരുന്നു. തൻ്റെ കൈവശമുണ്ടായിരുന്ന പട്ട് മലയേറിയന് നൽകിയതിനാൽ ഇനി രാജാവിനെ കാണാൻ പോകേണ്ടതില്ല. തിരികെ മകളെ കൂട്ടി നാട്ടിലേക്ക് മടങ്ങുവാനായി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് വ്യാപാരി നടന്നു. രാത്രി ഏറെ വൈകി ക്ഷേത്രത്തിലെത്തിയ വ്യാപാരി മകളോടൊപ്പം അവിടെ തങ്ങിയ ശേഷം രാവിലെ യാത്ര തുടരാൻ തീരുമാനിച്ചു. പിറ്റേന്ന് രാവിലെ യാത്ര തുടരും മുമ്പ് ക്ഷേത്ര ദർശനത്തിനായി എത്തിയ വ്യാപാരി ഞെട്ടിപ്പോയി. താൻ ഇന്നലെ മലയേറിയന് സമ്മാനിച്ച പട്ടുടുത്താണ് ഭഗവാന്റെ വിഗ്രഹം നിൽക്കുന്നത്. തന്നെ ഇന്നലെ ആനയിൽ നിന്ന് രക്ഷിച്ച മറ്റാരുമല്ല, മതഗജവാഹനായ സാക്ഷാൽ ആര്യങ്കാവിൽ അയ്യൻ തന്നെയാണെന്ന് മനസ്സിലാക്കി. ഇതിനോടകം തന്നെ ഭഗവാനിൽ പ്രണയബദ്ധിതയായ വ്യാപാരിയുടെ മകൾ പ്രണയാഭ്യർത്ഥന നടത്തുകയും ഭഗവാൻ ഉചിതമായ സമയമാകുമ്പോൾ വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് വാക്ക് നൽകി ശ്രീകോവിലിൽ കൂടെ ഇരുത്തി എന്നുമാണ് വിശ്വാസം. അടുത്തൊരു ധനുമാസത്തിലേക്കായി ഭഗവാനും ദേവിയുമായിട്ടുള്ള വിവാഹം നിശ്ചയിച്ചുവെങ്കിലും ആ സമയത്ത് ദേവി ഋതുമതിയായതിനാൽ വിവാഹം നടക്കാതെ പോവുകയുമാണ് ഉണ്ടായത്. അതിനുശേഷം ദേവിയെ അടുത്തുള്ളൊരു മാമ്പഴത്തറയിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുകയുണ്ടായി. ഈ ഒരു സംഭവത്തിൻ്റെ ഓർമ്മ പുതുക്കൽ എന്നോണമാണ് തമിഴ് ബ്രാഹ്മണർ ധനു 9-ന് അയ്യൻ്റെയും ദേവിയുടെയും വിവാഹം നിശ്ചയിക്കുകയും പാണ്ഡ്യൻ മുടിപ്പെന്നറിയപ്പെടുന്ന കല്യാണ ഒരുക്കങ്ങൾ നടത്തിയ ശേഷം ധനുമാസം 10-ന് മാമ്പഴത്തറ ഭഗവതിയെ ദ്രാവിഡ ശൈലിയിൽ ഒറ്റക്കല്ലിൽ തീർത്ത കല്യാണ മണ്ഡപത്തിൽ തൃക്കല്യാണത്തിനായി കൊണ്ടിരുത്തുന്നു. അതിനുശേഷം ക്ഷേത്ര ദേവസ്വക്കാർ ചുവന്നയൊരു തുണി വീശും. അത് ദേവി ഋതുമതിയായതിനാൽ കല്യാണം അടുത്ത കൊല്ലത്തേക്ക് മാറ്റി വെക്കപ്പെട്ടു എന്നുള്ള അറിയിപ്പാണ്.
വിവാഹം നടക്കാത്ത പെൺകുട്ടികൾ ഈ ചടങ്ങുകളിൽ പങ്കെടുത്ത ശേഷം മംഗല്യപ്രസാദം കഴിച്ചാൽ അടുത്ത വർഷം തൃക്കല്യാണത്തിനു മുമ്പായി അവരുടെ വിവാഹം നടക്കുമെന്നാണ് വിശ്വാസം. പ്രധാന ശ്രീകോവിലിൽ അയ്യൻ്റെ ഇടതുവശത്തായി ദേവീ സാന്നിധ്യവും വലതുവശത്തായി ശിവസാന്നിധ്യവുമാണുള്ളത്. കൂവളത്തറയിലുള്ള ഗണപതിയെയും ഇണ്ടളയപ്പനെയും നാഗത്താന്മാരെയും എല്ലാം വണങ്ങിയ ശേഷം ഞങ്ങൾ മടങ്ങുകയായി. വീഡിയോ കണ്ട ഏവർക്കും നന്ദി. സ്വാമി ശരണം.